നമസ്കാരം. ആദ്യമായി ചില ഹർത്താൽ ദിന ചിന്തകളും മുഖ്യമന്ത്രിയുടെ തോന്നലുകളും പങ്കുവയ്ക്കാം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. തിരുവനന്തപുരം ഒഴികെയുള്ളവർക്ക് ഒരു ഹർത്താൽ നഷ്ടമായി. തലസ്ഥാന ജില്ലക്കാർ അനുഭവിച്ച ഹർത്താൽ വിരുദ്ധരുടെ ഈ അപൂർവ ഹർത്താൽ സൗഭാഗ്യത്തെക്കുറിച്ചാകാം ആദ്യം. സർക്കാരിനെതിരെ പ്രതിഷേധിക്കണമെങ്കിൽ ജനജീവിതവും കേരളമാകെയും സ്തംഭിപ്പിക്കണം എന്ന അഭിപ്രായക്കാരാണ് രാഷ്ട്രീയക്കാർ. അതിൽ ഇടതു വലതു വ്യത്യാസമില്ല. ഭരണത്തിലിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരിൽ ചിലർ ഹർത്താൽ വിരുദ്ധരാണെങ്കിൽ പ്രതിപക്ഷത്തെത്തുമ്പോൾ ഹർത്താൽ നടത്താതെ തരമില്ല. ഇടതു പാർട്ടികൾക്കും BJPക്കും പിന്നെ അക്രമ ഹർത്താൽ ഒരു ഹരമാണ്. എന്തായാലും LDF സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ പ്രതിപക്ഷ ഹർത്താലിനുള്ള ആഹ്വാനം അണികൾ തിരുവനന്തപുരം ജില്ലയിൽ ആഘോഷപൂർവ്വം നടപ്പാക്കി. VM സുധീരനെ പോലെയുള്ള ആൾ അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന പന്തലിലേക്ക് ഗ്രനേഡ് എറിയുക, അവിടെ കണ്ണീർ വാതകം പ്രയോഗിക്കുക, സമരപ്പന്തൽ അടിച്ചു തകർക്കുക, ഇത്തരം നടപടികൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് നാളെ തിരുവനന്തപുരം ജില്ലയിൽ UDFിൻ്റെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജനജീവിതം സ്തംഭിക്കണം, പോലീസ് ഞെട്ടണം, സർക്കാർ ആടി ഉലയണം. നല്ല കഴിഞ്ഞത് ഹർത്താല്, നമ്മുടെ വച്ചാളം പാപ്പച്ചന്റെ ഈർക്കിളി ഹർത്താല്, മന്ത്രിക്കോ ദേഷ്യം വന്നാൽ അന്നൊരു ഹർത്താല്, കർത്താവേ മിനിയാ നല്ല കഴിഞ്ഞത് ഹർത്താല്. ഇടതും തരികിട വലതും തരികിട അകവും തരികിട പുറവും തരികിട 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 തീവ്രതത്തെ മറ്റന്നാൾ മട്ടാഞ്ചേരിയിലുണ്ടൊരു ഹർത്താല്, അതിന്റെ പിറ്റന്നാൾ ആലപ്പുഴയിൽ മറ്റൊരു ഹർത്താല്. ജനങ്ങളുടെ പിന്തുണയോടെ സഹകരണത്തോടെ ഒരു ഹർത്താൽ ആചരിക്കാനുള്ളതാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. കർത്താവേ മിനിയാ നല്ല കഴിഞ്ഞത് ഹർത്താല്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയിൽ ഹർത്താൽ വിരുദ്ധ ബിൽ അവതരിപ്പിച്ച മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തതും എന്നതാണ് ബഹുതമാശ. ഭരണത്തിലിരിക്കുമ്പോൾ ഹർത്താൽ വിരുദ്ധരും പ്രതിപക്ഷത്തെത്തുമ്പോൾ നിവൃത്തിയില്ലാതെ ഹർത്താൽ അനുകൂലികളുമാകുന്ന വിചിത്ര കാഴ്ച. പൊതുജനങ്ങളിൽ നിന്ന് നിയമസഭാ പ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശം സ്വീകരിക്കുകയും ലഭിക്കുന്ന അഭിപ്രായങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ് പ്രതിപക്ഷ നേതാവ്. ഹർത്താൽ നടത്താൻ ജനകീയ നിർദ്ദേശം ലഭിച്ചുവോ എന്നറിയില്ല. എന്തായാലും തികച്ചും സമാധാനപരമായി തന്നെ ജനജീവിതം സ്തംഭിപ്പിച്ചു. ഹർത്താൽ നിയന്ത്രിക്കാനുള്ള ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് ആലോചിക്കുകയാണ്. താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് നന്ദി. ഇന്നലെ ഞാനത് ഫേസ്ബുക്കിൽ അതൊന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ 8 ലക്ഷം ആളുകളാണ് ആ ഫേസ്ബുക്കിലേക്ക് കടന്നു വന്നത് പറഞ്ഞത്. ലൈക്ക് ചെയ്ത ആളുകൾ ലക്ഷത്തിൽ കവിയുകയാണ്. ഇത് കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അനാവശ്യമായ ഹർത്താലുകൾ നടത്തി ബുദ്ധിമുട്ടിക്കുന്നതിനെതിരാണ് കേരള ജനത എന്നുള്ളതാണ്. ഹർത്താല് നിർത്താനായി വേറൊരു ഹർത്താല്, ഹർത്താല് നിർത്താനായി വേറൊരു ഹർത്താല്. അനാവശ്യമായ ഹർത്താലുകൾ നടത്തി ബുദ്ധിമുട്ടിക്കുന്നതിനെതിരാണ് കേരള ജനത എന്നുള്ളതാണ്. താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് നന്ദി. അതിനും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നാട്ടുകാർക്കെല്ലാം കൂടി പട്ടിണി ഹർത്താല്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിനൊരു നിയന്ത്രണം ഉണ്ടാകുക, അല്ലാണ്ട് കംപ്ലീറ്റ് എല്ലാവരുടെയും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതിയില്ല. നാളെ തിരുവനന്തപുരം ജില്ലയിൽ
UDF-ന്റെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹർത്താൽ നിരോധനമില്ല, ഇത് ഹർത്താൽ നിയന്ത്രണമില്ലാണ്. താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് നന്ദി. നമ്മുടെ പച്ചാളം പാപ്പച്ചന്റെ ഈർക്കിളി ഹർത്താല് വേണം ഹർത്താല് നിർത്താനായി വേറൊരു ഹർത്താല് വേണം ഹർത്താല് നിർത്താനായി വേറൊരു ഹർത്താല്. കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MM ഹസൻ ജന്മന ഹർത്താൽ വിരുദ്ധനും ഹർത്താലിനെതിരെ ഗാന്ധിയൻ മാതൃകയിൽ ഉപവാസം നടത്തിയ നേതാവുമാണ്. VD സതീശൻ MLA മറ്റൊരു ഹർത്താൽ വിരോധിയും. UDF നടത്തിയ ഒരുപാട് ഹർത്താൽ ദിനങ്ങളിൽ ഹസൻജി പുറത്തിറങ്ങാതെ വീട്ടിനുള്ളിൽ ജലപാനമില്ലാതെ ഉപവാസവുമായി കഴിഞ്ഞു. VD സതീശനാകട്ടെ ഇന്നത്തെ ജില്ലാ ഹർത്താൽ പൂർത്തിയായപ്പോൾ ഫേസ്ബുക്കിൽ നോ ടു ഹർത്താൽ എന്ന പോസ്റ്റിട്ട് തൻ്റെ ഹർത്താൽ വിരുദ്ധ മനോഭാവം ഉറപ്പിച്ചു. ഏറ്റവും പരിഹാസ്യമായ കാര്യം ഇന്നത്തെ ഹർത്താലാണ്. ഹർത്താലിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിട്ടുള്ള പുകിലൊന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയായിരുന്നു. അതിന് നിരാഹാരം, ഫേസ്ബുക്കിലൂടെ ക്ഷണിക്കൽ, ഇതെല്ലാം ഇവിടെ നടന്നതല്ലേ, ആരും മറന്നിട്ടുണ്ടാവില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രഖ്യാപിക്കേണ്ടി വരും. ഹർത്താലിനെതിരെ നിയമം പാസ്സാക്കുന്നതിനായിട്ട് ബില്ല് കൊണ്ടുവന്നത്, ഉപവാസം നടത്തിയവർ, കോടതിയെ സമീപിച്ചവർ, MM ഹസന്, VD സതീശൻ തുടങ്ങിയ ആളുകളൊക്കെ എല്ലാ കാലത്തും ഹർത്താലിനെതിരായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. നിയമനിർമ്മാണം നടത്താൻ ഇറങ്ങിയവർ അല്ല, ഞാൻ ഉള്ള അന്നേരമല്ല, ഇവരൊക്കെ തന്നെയാണല്ലോ ഇപ്പോൾ ഹർത്താൽ ആഹ്വാനവുമായിട്ട് ഇറങ്ങിയത്. MM ഹസൻ ഹർത്താലിനെതിരെ വർഷങ്ങളായി എടുത്തൊരു നിലപാടാണ്. സതീശനും അതുപോലെയാണ്. അത് ഞാനവർ തെറ്റ് കാണുന്നില്ല, അവരവരുടെ അഭിപ്രായം പറയുന്നതാണ്. പക്ഷെ തീരുമാനം ഏകകണ്ഠമായി എടുത്തതാണ്. അതാണ് ഇന്ന് നടപ്പായത്. സ്വാശ്രയ പയറ്റ് നിയമസഭയിൽ 3-ാം ദിവസവും തുടർന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നിരാഹാര സമരം ബാറ്റൺ കൈമാറി കോൺഗ്രസിൻ്റെ യുവ MLA-മാരുടെ കൈവശമെത്തി. സഭയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നെങ്കിലും ഭരണപക്ഷം ഇന്ന് പ്രതിപക്ഷ സമരത്തെ കാര്യമാക്കിയില്ല. ഇന്നലെ ഭരണപക്ഷം ഈ തന്ത്രം പയറ്റിയിരുന്നെങ്കിൽ ഇന്ന് പ്രതിപക്ഷം സ്വാശ്രയ വിഷയം ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകില്ലായിരുന്നു. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ഡാർജിലിംഗിലെ ഗൂർഖ ഗറിലകളെ പോലെ ഞാനന്ന് കാണിച്ച അമ്പുമില്ല ഉപയോഗിച്ചാലോ? അല്ല സിപ്പണ്ണ, നമുക്ക് ഈ ബേപ്പൂരിന്ന് മാപ്പിള ഖലാസികളെ കൊണ്ടുവന്ന് പൊക്കിക്കൊണ്ട് പോയാലോ? ചുമ്മാ ഇനി പൈറ്റ് തുടങ്ങാം. ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ ഉയർന്നു. പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. ഉണർന്നു ഉയർന്നു ഉണർന്നു തുടങ്ങി നരനടനം. പ്രത്യേകമായ ഇന്റലിജൻസിന്റെ ഒരു സേന എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്നാണ് പ്രത്യേക സാമ്പത്തിക ബാധ്യത പ്രത്യേക ഒരു സേന രൂപീകരിക്കാനുള്ള യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ചോദ്യോത്തരവേള തുടർന്നു. മന്ത്രിമാർ മറുപടിയും പറഞ്ഞു. പക്ഷേ വന്യജീവികൾ നാട്ടിലിറങ്ങുന്നതിനെക്കുറിച്ചുള്ള ഭരണപക്ഷ സംശയവും വനം മന്ത്രിയുടെ മറുപടിയും കേട്ടാൽ പ്രതിപക്ഷത്തിനെ കൂടി കൊള്ളിച്ചുകൊണ്ടല്ലേ പറയുന്നത് എന്ന് തോന്നിപ്പോകും. കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന കുരങ്ങന്മാരെ അതിൻ്റെ ടീം ലീഡർ തന്നെ പിടിച്ച് കൂടുവെച്ച് അതിനെ പിടിച്ച് അകത്ത് ഉൾവനത്തിൽ വിടുന്ന ഒരു പദ്ധതി ഉണ്ട് സർ. ആ പദ്ധതി കുറച്ചുകൂടെ വ്യാപകമായി നടത്തുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാവുന്നതാണ്. ഈ ലീഡറായിട്ടുള്ള കുരങ്ങനെ പിടിച്ച് അകത്തുകൊണ്ട് വിട്ടാൽ അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരും അങ്ങ് പോകും എന്ന് പറയുന്നുണ്ട്. ചില സമരമുഖങ്ങളിൽ നൂതനമായ ചില സമരമുറകൾ പരീക്ഷിക്കുന്നതായി കാണുന്നുണ്ട്, ചുവന്ന മഷിയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ ഈ വന്യമൃഗങ്ങളെ പച്ചമഷി ഉപയോഗിച്ച് എന്തെങ്കിലും പുതിയ പ്രതിരോധ സംവിധാനത്തിൽ വനത്തിൽ തന്നെ നിർത്താൻ കഴിയുന്ന സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കുമോ എന്നാണ് അറിയാൻ. സമരം തുടങ്ങുന്നതിനേക്കാൾ പ്രധാനമാണ് അവസാനിപ്പിക്കുന്നത്. സമരം അവസാനിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ കൂടി ആലോചിച്ചിട്ട് വേണം തുടങ്ങാൻ. ആദ്യം കിട്ടുന്ന പിടിവള്ളിയിൽ പിടിച്ച് സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരിടത്തും എത്താതെ അവസാനിപ്പിച്ച് അപഹാസ്യരാവേണ്ടി വരും. സ്വാശ്രയ സമരത്തിൽ
യൂത്ത് കോൺഗ്രസുകാരുമായി ആദ്യ ദിവസം ചർച്ച നടത്താൻ സർക്കാർ തയ്യാറായെങ്കിലും സമരം തുടർന്നു. ഒടുവിൽ ഗ്രനേഡ് പുക ശ്വസിച്ച് അവശരായ സമരക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിക്കാനായി. ഇനി സഭയിലെ നിരാഹാര സമരം. അത് അവസാനിപ്പിക്കാൻ ഒരു വഴി തെളിഞ്ഞു വരും. സാർ, ചോദ്യോത്തര വേളയിൽ ആദ്യമായിട്ടല്ല പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷത്തിന് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സ്പീക്കർ പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മുഖ്യമന്ത്രി കണ്ണു കാണിക്കുന്നതിനനുസരിച്ച് മാത്രം സ്പീക്കർ പ്രവർത്തിക്കുന്ന ലജ്ജാകരമായ നടപടിയാണ്. ഇതിനു മുമ്പ് എത്രയോ സ്പീക്കർമാരുടെ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ ഈ തെറ്റായ നടപടി ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് 3 MLA-മാർ ഈ നിയമസഭയ്ക്കകത്ത് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശ്രീ ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ, അനൂപ് ജേക്കബ് എന്നീ 3 MLA-മാർ ഈ നിയമസഭയ്ക്കകത്ത് നിരാഹാരം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിരാഹാര സമരത്തിൽ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജേക്കബിൻ്റെ അനൂപ് ജേക്കബ് ചേർന്നുവെങ്കിലും ലീഗുകാർ നിരാഹാരത്തിന് ഇറങ്ങിയില്ല. പകരം അനുഭാവ സത്യഗ്രഹം മാത്രം. വിളക്കു കത്തിക്കലിനെ പോലെ നിരാഹാരം കിടക്കുന്നതിൽ ഒരു ആശയ പ്രശ്നം അവർക്കുണ്ടാകും. കോൺഗ്രസിൻ്റെ ഒരു സമരപരിപാടിയാണ് ഈ സ്ഥിതിയിലേക്ക് പോയത്. ലീഗ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. UDF ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് അവിടെ പരിപാടി നടക്കുന്നത്. പിന്നെ നിരാഹാരം, അത് വെച്ചിട്ട് പറയും നിരാഹാരം ഞങ്ങൾ ഇരിക്കാറില്ല. ട്രഡീഷണലായിട്ട് നിരാഹാരം ഞങ്ങൾ ഇരിക്കാറില്ല. നിരാഹാരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സത്യാഗ്രഹം ഇരിക്കാറേ ഉള്ളൂ. നടുത്തളത്തിലെ പ്രതിഷേധത്തിൽ പങ്കുചേർന്നില്ലെങ്കിലും ചോദ്യോത്തരത്തിൽ പങ്കുചേരാതെ പ്രതിപക്ഷത്തിന് പരോക്ഷ പിന്തുണ നൽകി കേരള കോൺഗ്രസും മാണിയും പ്രശ്നാധിഷ്ഠിത സ്നേഹം കാട്ടി. പഴയ നീണ്ട സഹവാസത്തിൻ്റെ മധുരമായ ഓർമ്മയും പേറി മാണിസാറും കൂട്ടരും നിരാഹാരമിരിക്കുന്ന UDF MLA-മാരെ സന്ദർശിക്കാനും സമയം കണ്ടെത്തി. നമസ്കാരം. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാ? നിന്റെ പോലീസ് കുടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലോ, ശരി തന്നെ? പോലീസോ? ദേ ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അവിടെ അന്തസ്സുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരും ഉണ്ട്, ആ നുണക്കുറുപ്പിനെ പോലുള്ളവർ. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. മുഖ്യമന്ത്രിയുടെ തോന്നലുകൾ. പിന്നൊരു ചാനൽ വന്ന് ഞാൻ കണ്ടില്ല. അദ്ദേഹം വളരെ സ്പീഡിൽ പോകുന്ന മുഖ്യമന്ത്രിയുടെ ഏത് ചാനലാണെന്ന് കൃത്യം അല്ല, പേര് കണ്ടതിരക്കോ ഞാൻ കണ്ടതില്ലേ? പേര് ഞാൻ കണ്ടതില്ല. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ.